ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ദേ രാവിലെ തന്നെ കറിയൊക്കെ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പാവയ്ക്കായും മീനും കൂടെയൊക്കെ ഇട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദേ പാവയ്ക്ക എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാവയ്ക്കായും മീനും കറി വെച്ചിട്ട് കുറേ ആയി കേട്ടോ. പാവയ്ക്കായും മീനെന്ന് ഉദ്ദേശിച്ച് നമ്മൾ തെരണ്ടി മീൻ ഇട്ടിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനൊരു പാവയ്ക്കയുടെ പകുതി എടുക്കുന്നുള്ളൂ. പിന്നെ തെരണ്ടി മീൻ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ, ഇച്ചിരി ഉപ്പ് പോകാൻ വേണ്ടിയിട്ട്. ഒത്തിരി ഉപ്പാവത്തില്ലേ. അപ്പോൾ ഈ പാവയ്ക്ക അത് കൊത്തി കൊത്തി അരിയുന്നുണ്ട്. അപ്പോൾ അത് കൊച്ചടുത്ത് കിടപ്പുണ്ട് കേട്ടോ, അപ്പുറത്ത് കിടപ്പുണ്ട്, സെറ്റിയെ കിടപ്പുണ്ട്. അവളോട് ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇച്ചിരൂടെ അകത്തി വെച്ചെടുക്കേണ്ടതായിരുന്നു, പക്ഷേ അത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ക്യാമറ ഇങ്ങനെയായിപ്പോയി. അപ്പോൾ അവൾ വന്ന് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് ഞാൻ എന്നാ കറി വെക്കുന്നതെന്നൊക്കെ. അപ്പോൾ അവൾക്ക് ഞാൻ ക്യാരറ്റ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഹെയർ ബാൻഡൊക്കെ വെച്ചുകൊണ്ടാണ് കേട്ടോ പുള്ളിക്കാരി നടക്കത്തുള്ളൂ. അപ്പോൾ ദേ വന്ന് ഞാൻ എന്നെ ചെയ്യുന്നതെന്ന് വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് ആൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് അവളുടെ വണ്ടി എപ്പോഴും ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ അവളെ താമസിച്ചാണ് കേട്ടോ കുളിപ്പിക്കുന്നത്. ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുളിപ്പിക്കുന്നത്. അപ്പം അവളെ ഞാനിങ്ങനെ എണ്ണയൊക്കെ തൂത്ത് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് TV-യിൽ ഹൈദിയാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്നതോടും വരെ ഇനി ഹൈദിയും കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുവച്ചു. പിന്നെ ഞാൻ അവളെ ഒരുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ തന്നെ അവൾക്ക് എപ്പോഴും ഈ പച്ചയുടുപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അലക്കി ഇട്ടിട്ടതിന് ശേഷം ഉണങ്ങിയ പച്ചയുടുപ്പാണ് കേട്ടോ. നമുക്ക് തുണി മഴയൊക്കെ ആയിരുന്നു, തുണി ഉണങ്ങാൻ ഭയങ്കര പാടല്ലേ. പിന്നെ അവൾ പറയുന്ന ഇഷ്ടത്തിന് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഏതാണ്ട് ചിറകിൻ്റെ അറ്റം ഇങ്ങനെ പോയ പോലെ കണ്ടു. എന്നാൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാമെന്നോർത്ത് ഞാൻ കത്തി അലമാരിയിൽ നിന്ന് എടുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇച്ചിരി ഇങ്ങനെ ഈ നെറ്റിൻ്റെ ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അതിൻ്റെ സൈഡ് ഞാൻ ഇച്ചിരി അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോഴത്തേനും പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ അതേ അവളെയും കൊണ്ട് ഞാൻ മുറ്റത്തിറങ്ങി നിന്നു. അവളുടെ വണ്ടി താഴോട്ട് പോകുന്ന ഹോണടി കേട്ടു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ അവളെയും കൊണ്ട് മുറ്റത്തിറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നിന്നു. അല്ലെങ്കിൽ പിന്നെ ഓടി പിടിച്ചിറങ്ങി പോകുമ്പോഴത്തേനും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ അവളെ ഇച്ചിരി ഇറക്കി മുറ്റത്ത് നിർത്താമെന്ന് ഓർത്ത് മുറ്റത്ത് അവളെയും കൊണ്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം അവളോട് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അവൾക്ക് എന്നും എക്സാം ഉണ്ട്. ഓരോ 2 വേർഡ്സ് വെച്ചിട്ട് ടീച്ചർ എഴുതി വിടും. അപ്പോൾ ഞാൻ അതൊക്കെ അവളോട് ചോദിക്കുമായിരുന്നു. അപ്പോഴത്തേനും അവളുടെ വണ്ടി വരുന്ന സൗണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസമാണെങ്കിൽ അവൾ വാനെ കയറിയപ്പോഴത്തേനും അമ്മേനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞായിരുന്നെന്ന് വാൻ ചേട്ടൻ പറഞ്ഞു കേട്ടോ. എന്നാലും മഴയൊന്നുമില്ലായിരുന്നു. ഗായ്സ് കൊച്ചു പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മൂകത പോലെ ഫീൽ ചെയ്യുന്നു. രാവിലെ ഇവിടെ മഴയായിരുന്നു. അല്ല, രാവിലെ എഴുന്നേറ്റപ്പോൾ മഴയില്ലായിരുന്നു. മഴ പെയ്യലെന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഇത് അടുത്ത മഴയ്ക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി തെളിവൊക്കെ വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തുന്നു ഇച്ചിരി തെളിവായിരിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ പാവയ്ക്കായും മീനും കൂടെ കറി വെച്ചത് സെറ്റാകുന്നുണ്ട്. പഠിക്കാനുണ്ട് ഗൈസ്. ഇന്ന് നമ്മുടെ മോഡൽ എക്സാം ഉണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. കുറച്ച് നേരം എടുക്കട്ടെ. മീനിട്ട് വെക്കുന്നതുകൊണ്ട് ഇന്നത്തെ ഉപ്പിടേണ്ട കാര്യമില്ല കേട്ടോ. സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയല്ല. നമ്മുടെ കാന്താരിമുളകിൻ്റെയും ആ കുഞ്ഞുള്ളിയുടെയും ഒക്കെ ആഡ് ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. ഇഞ്ചിയൊക്കെ ഇട്ട് സൂപ്പറാണ്. ഞാൻ നോക്കുന്നത് എന്നാന്ന് വെച്ചാൽ പാമ്പിനെ കണ്ട സ്ഥലത്തോട്ടാണ് കേട്ടോ നോക്കുന്ന ഇടയ്ക്ക്. ഒട്ടും വയ്യ ഗൈസ്. എല്ലാ തവണത്തെ പോലെ വയറുവേദന വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര നടുവേദനയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നേ, നമ്മൾ നമ്മുടെ വീട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം പറ്റിയല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട് മിസ് ചെയ്യുന്നതല്ലേ. എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പോലും വയ്യായിരുന്നു. എന്നെ ചേട്ടായിക്ക് രാവിലെ പോകേണ്ടതുകൊണ്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് പിന്നെ എല്ലാം ഉണ്ടാക്കി പെറുക്കി കൊടുത്തു. അതാണ് നമുക്ക് പറ്റുമ്പോൾ നമ്മൾ പയറുമണി പോലെ നടക്കുമ്പോഴത്തേനും നമ്മുടെ ചുറ്റും 10,000 കൈകളായിരിക്കും ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വരുന്നത്. നമുക്ക് എന്തെങ്കിലും വയ്യായികയാണെങ്കിലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. തിരിഞ്ഞു നോക്കാൻ ഒരൊറ്റ പട്ടിക്കുഞ്ഞു പോലും കാണത്തില്ല. അതാണ് എന്തൊരു ലോകമാണ് ഞാൻ ഓർക്കുന്നത്. പെണ്ണുങ്ങൾക്ക് ദൈവം കൊടുത്തേക്കുന്നത്. ഞാൻ ഇങ്ങനെ എപ്പോഴും ഓർക്കും, ദൈവമേ ഈ പെണ്ണുങ്ങൾക്ക് മാത്രം ഇങ്ങനെ വേദന മാത്രം കൊടുക്കാതെ ഏതെങ്കിലും ഒരു വേദന ആണുങ്ങൾക്ക് കൂടെ കൊടുത്തായിരുന്നു നല്ലതായിരുന്നു എന്ന്. പക്ഷെ എല്ലാ വേദനയും ദൈവം പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട്
കൊടുത്തേക്കുക. കാരണം പെണ്ണുങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയായിരിക്കും പെണ്ണുങ്ങൾക്ക് ഈ വേദനകളെല്ലാം കൊടുത്തേക്കുന്നത് ഒരു പക്ഷേ. എനിക്കറിയില്ല, ആയിരിക്കണം. തെളിവാണ് ഗൈസ്. ഞാൻ മുറ്റം ഒന്ന് അടിക്കട്ടെ കേട്ടോ. അപ്പോൾ ദേ ഗൈസ്, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇച്ചിരി വെയിലിൻ്റെ വെട്ടം ഇവിടെ കാണുന്നുണ്ട്. കുളി കഴിഞ്ഞതേ അകത്തോടെയാണ് കേട്ടോ തുണിയെല്ലാം വിരിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ദേ പഠിക്കാനായിട്ട് ഇച്ചിരി പഠിക്കാനുണ്ട്. വായിച്ചിട്ട് കിടക്കാമെന്ന് ഓർത്തു. ഭയങ്കര വയ്യാട്ട, വയറിന് വേദനയാണ്, നടുവിന് വേദനയാണ്, ആകെ വയ്യായിയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കട്ടെ കേട്ടോ.